ആവശ്യപൂർത്തീകരണത്തിന് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. നമുക്കറിയുന്നതും അറിയാത്തതുമായ പല സംഗതികളും പറ്റുന്നതുപോലെ മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ വെറും 4 റക്അത്ത് നിസ്കരിച്ച് റബ്ബിനോട് നമ്മളുടെ ആവശ്യങ്ങൾ ദുആ ചെയ്താൽ നമ്മുടെ ഏത് ആവശ്യവും പൂർത്തീകരിച്ച് കിട്ടുമെന്ന് മഹാന്മാർ അവരുടെ ജീവിതത്തിൽ അനുഭവസ്ഥരായവർ, അവർ ചെയ്ത് ഫലം കിട്ടിയ ആളുകൾ പഠിപ്പിച്ചു തന്നത് ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് പറഞ്ഞു തരാം. നമുക്കൊരുപാട് സൂറത്തുകളോ അല്ലെങ്കിൽ വലിയ വലിയ ദിക്റുകളോ ഒന്നും ചൊല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ കേവലം ചെറിയ സൂറത്ത്, നമുക്കറിയുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് കൊണ്ട് 4 റക്അത്തൊന്ന് നിസ്കരിച്ചിട്ട് അതിലും വലിയ എളുപ്പമുള്ള ചെറിയൊരു ദിക്റും കൂടെ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച മനസ്സിൽ കരുതിയ ആഗ്രഹം പൂവണിഞ്ഞു കിട്ടുമെന്ന് സുബ്ഹാന ജല്ല ജലാലു മഹാന്മാർ പഠിപ്പിച്ചു തന്ന, അവരുടെ ജീവിതത്തിൽ അനുഭവം കൊണ്ട് പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു കർമ്മം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക. ഒരുപാട് ആവശ്യമുള്ള പല ആളുകൾ നമ്മളുടെ കൂടുള്ളവരുണ്ടാകും, കൂട്ടുകാരിലുണ്ടാകും, ബന്ധുക്കളിലുണ്ടാകും. ഇൻഷാ അല്ലാഹ് അവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. പ്രിയമുള്ള എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, ഉമ്മമാർ, പെങ്ങന്മാർ, അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകുമാറാകട്ടെ. എല്ലാവർക്കും സന്തോഷമാണ്, സുഖമാണെന്ന് കരുതുന്നു. അള്ളാഹു അത്തരത്തിലാക്കി തരുമാറാകട്ടെ. പല ആളുകളും പല വിഷമങ്ങളും വിളിച്ചു പറയാറുണ്ട്. പല ആളുകളും നമ്മളോട് സങ്കടം പറയാറുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. പല പ്രശ്ന പരിഹാരങ്ങളും തേടി മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കഴിവിൻ്റെ പരമാവധി കഴിയുന്നവരിലേക്കൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അള്ളാഹു ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഉസ്താദെ റാഹത്തായി എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചിട്ട് അവർ ഭർത്താവിൻ്റെ കൂടെ ഗൾഫിലേക്ക് പോകാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുമിച്ച് ജീവിക്കാനുള്ള, വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവ് കുറഞ്ഞ ദിവസങ്ങളെ കൂടെ നിന്നിട്ടുള്ളൂ, പിന്നെ ഗൾഫിലേക്ക് പോയതാണ്. അപ്പോൾ അവർക്ക് കൂടെ പോയി താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഭർത്താവും അതിനുള്ള വഴികൾ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നത്. അൽഹംദുലില്ലാ, ഒരു 1-2 ദിവസം മുമ്പ് എനിക്ക് അവർ മെസ്സേജ് അയച്ചു, ഉസ്താദെ എൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ ശരിയായി, ഇൻഷാ അല്ലാഹ് ഈ 19-ാം തീയതി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്, ഡിസംബർ 19-ന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അൽഹംദുലില്ലാ, കേട്ടപ്പോൾ വലിയ സന്തോഷമായി. കാരണം ഒരുപാട് കാലത്ത് അവരുടെ ആഗ്രഹമാണ്, എന്ത് ചെയ്താൽ വിവാഹം കഴിഞ്ഞിട്ട് 3-4 വർഷമായി, ഇതുവരെ എന്തായിട്ടില്ല, ഒന്നും ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പോൾ ഒരു പരിഹാരം ചെയ്തു കൊടുത്താണ്. അള്ളാഹു കബൂലാക്കട്ടെ. അങ്ങനെ എത്രയോ ആളുകൾ, എത്രയെത്ര ഉമ്മമാർ, സഹോദരന്മാരാണ് പല വിഷമങ്ങളും പറഞ്ഞ ആളുകൾ, കുടുംബ വിഷയങ്ങൾ പറഞ്ഞവർ, കടബാധ്യത പറഞ്ഞവർ, ജോലിയില്ലായ്മ പറഞ്ഞവർ. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളിലേക്കൊക്കെ പറ്റുന്നതുപോലെയുള്ള പരിഹാരങ്ങൾ ചെയ്ത് അയക്കാറുണ്ട്. പിന്നെ ചില ആളുകൾക്ക് നമ്മൾ ചെയ്തു കൊടുത്തതിൽ ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട്. എല്ലാം കിട്ടി എന്നല്ല കേട്ടോ പറയുന്നത്, കിട്ടിയില്ല എന്ന് ഉസ്താദെ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അതും പറയണമല്ലോ അല്ലേ? അപ്പം അങ്ങനെ ഉണ്ടാകും. കാരണം നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ, നമുക്കൊരു രോഗം വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നടത്തി, ആ ഡോക്ടർ മരുന്ന് കുറിച്ച് തന്നു, എന്ത് ചെയ്തു, നമ്മൾ മരുന്ന് കഴിച്ചു, പക്ഷേ നമ്മുടെ ശരീരത്തിൽ അത് പിടിച്ചില്ല. അത് ഡോക്ടറുടെ കുറ്റമോ അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ കുറ്റമോ നമ്മളുടെ കുറ്റമൊന്നുമല്ല, മറിച്ച് ചില സംഗതികൾക്ക് അത് ഒരു ഇന്നതിയത്ത് എന്നൊക്കെ പറയൂലേ, അതായത് അത് നടന്ന് കിട്ടണമെങ്കിൽ അതിനെല്ലാം കൂടെ ഒത്തുവരണം എന്ന്. ചിലപ്പോൾ എന്ത് ചെയ്യുക, ഡോക്ടർ എഴുതി കൊടുത്ത മരുന്ന് ഇയാളുടെ ശരീരത്തിൽ പിടിക്കാത്ത മരുന്നാണ് എങ്കിൽ, ശരീരത്തെ എഫക്റ്റ് ചെയ്യാത്ത മരുന്നാണ് എങ്കിൽ അത് ഇവരുടെ ആരുടെയും കുറ്റം കൊണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ആത്മീയമായ ചികിത്സകളും, അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ചെയ്തു തരുന്ന ഖുർആനിക ചികിത്സയാണെങ്കിലും മറ്റ് ചികിത്സകളൊക്കെ അത് അങ്ങനെ തന്നെയാണ്. കാരണം ചിലപ്പോൾ അത് എഴുതി തന്ന എൻ്റെ കുറ്റമോ അല്ലെ എഴുതിയതിൻ്റെ കുറ്റമോ നമ്മൾ ചെയ്തതിൻ്റെ കുറ്റമൊന്നും ആകണമെന്നില്ല. ചിലപ്പോൾ നമ്മളുമായിട്ട് അത് കണക്റ്റ് ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഫാൾട്ട് എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ത് ചെയ്യുക, അതിന് ഫലം കിട്ടാത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ചെയ്തെല്ലാം ഫലം കിട്ടി, അതുകൊണ്ട് എൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാൽ ഉടനെ അതിന് ഫലം കിട്ടും എന്നാരും തെറ്റിദ്ധരിച്ച് പോകാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം കിട്ടിയില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ഫലം കൊടുക്കുമാറാട്ടെ. അപ്പോൾ കഴിവിൻ്റെ പരമാവധി അവർക്ക് മറ്റെന്തെങ്കിലും വഴികൾ ചെയ്തു കൊടുക്കാറുണ്ട്. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത്, അറിയുന്ന അറിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അള്ളാഹു ചെയ്തു കൊടുത്തവർക്കൊക്കെ റാഹത്ത് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള ഒരു 4 റക്അത്തിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ 4 റക്അത്ത്. അതായത് ഈ 4 റക്അത്ത് ഏതെങ്കിലും ഫർദ് നിസ്കാരമൊന്നുമല്ല, സുന്നത്തായ 4 റക്അത്താണ്. നിസ്കരിക്കേണ്ട ഒരു ശൈലി മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന പോലെ, സാധാരണ സുന്നത്തായ നിസ്കാരങ്ങൾ 2 റക്അത്തുകൾക്ക് സലാം വീട്ടിയിട്ടാണ് നിസ്കരിക്കാറുള്ളത്. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക, പിന്നെ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക, ഇങ്ങനെയാണ് പറയുക. എന്നാൽ മുജറബായി മഹാന്മാർ പഠിപ്പിച്ച, എന്നാൽ ചെയ്ത് അവർക്ക് ഫലം കിട്ടിയ രൂപത്തിൽ അവർ പറഞ്ഞു തരുന്നത്
ഒറ്റ സലാമിൽ 4 റക്അത്ത് നിസ്കരിക്കുന്ന രൂപമാണ് സുന്നത്തായ നിസ്കാരം. ഒറ്റ സലാമിൽ 4 റക്അത്തായിട്ട് നിസ്കരിക്കുന്ന രൂപം. അത് നിസ്കരിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ വുളു ഉള്ള ആളാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, ഒന്ന് പുതുതായി വുളു ചെയ്യാം. വുളു പുതുക്കുക എന്നൊക്കെ പറയില്ലേ, അതായത് നമുക്കിപ്പോൾ വുളു ഉണ്ട്, നമ്മൾ ഓൾറെഡി വുളു എടുത്താണ്, എന്നാലും ശരി എന്ത് ചെയ്യുക, ഈ 4 റക്അത്ത് നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് അതിനെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു വുളു ചെയ്യാം. വുളു ചെയ്ത് നല്ല വസ്ത്രം ധരിച്ച്, നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അതായത് ആളുകൾ കൂടി അങ്ങോട്ടും ഇങ്ങനെ മക്കൾ ഓടി കളിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും വന്ന് കയറുന്ന അങ്ങനത്തെ സ്ഥലമല്ല, ഒറ്റയ്ക്ക് ഒരു റൂമിൻ്റെ അകത്താണെങ്കിൽ എന്ത് ചെയ്യുക, റൂമിൻ്റെ അകത്ത് കുറ്റിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഒറ്റയ്ക്ക്. ഇനി പള്ളിയുടെ ഉള്ളിലാണെങ്കിൽ ആരും ഇല്ലാത്തൊരു സമയത്ത്, എപ്പോഴാണെന്ന് വെച്ചാൽ എവിടെ ഒറ്റയ്ക്ക് കിട്ടുന്നൊരു സമയം, ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, ഒരു 4 റക്അത്ത് നിസ്കരിക്കാൻ സമയം കണ്ടെത്തുക. നിസ്കരിക്കാൻ ഇങ്ങനെ ഒരു രൂപമുണ്ട്, ഓതേണ്ട സൂറത്തുകളുണ്ട്. അത് വലിയ സൂറത്തൊന്നുമല്ല, സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഓതേണ്ടത്, ഖുൽ ഹുവല്ലാഹു സൂറത്ത്. പക്ഷേ ഒരു നിശ്ചിത എണ്ണം ഓതണം. എങ്ങനെയും ഓതി നിസ്കരിച്ചാൽ പോരാ. അതായത് നമ്മൾ സാധാരണ നിസ്കരിക്കുന്നത് പോലെ നിയ്യത്ത് ചെയ്യുക. എന്ത് ചെയ്യുക, സുന്നത്തായ 4 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് സുന്നത്തിൻ്റെ നിയ്യത്ത് ചെയ്തതിന് ശേഷം നമ്മൾ നിയ്യത്ത് ചെയ്ത് കൈ കെട്ടി വജ്ജഹത്ത് ഓതി, നമ്മൾ വജ്ജഹത്ത് ഓതണം കേട്ടോ. വജ്ജഹത്ത് സുന്നത്താണ്, അപ്പോൾ അത് ഓതാൻ ശ്രമിക്കുക. ഇനി അറിയാത്ത ആളുകളാണ് എങ്കിൽ അത് പഠിക്കണം. അറിയാത്ത ആളുകൾക്ക് ഇന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണ്ട, ഒഴിവാക്കണ്ട, വജ്ജഹത്ത് പഠിക്കണം ഇൻഷാ അല്ലാഹ്. എപ്പോഴെങ്കിലും സമയം കിട്ടുന്നതനുസരിച്ചിട്ട് വളരെ എളുപ്പമുള്ളൊരു സുന്നത്തായ കർമ്മമല്ലേ ഇല്ലേ, നമുക്കറിയുന്നൊരു ദിക്റും കൂടാണ്. ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യുക, ഓതി ശീലമാവും, എന്നും ആവശ്യമുള്ളതല്ലേ, ദിവസവും കുറഞ്ഞത് ഒരു 5 തവണയെങ്കിലും ആവശ്യമുള്ളതല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് ചെയ്യാൻ പഠിക്കുക. വജ്ജഹത്ത് ഓതിയതിന് ശേഷം ഓതാൻ അറിയാത്തവർ വിഷമിക്കേണ്ട, അടുത്തത് എന്ത് ചെയ്യുക, ഫാത്തിഹ ഓതിയാൽ മതി. വജ്ജഹത്ത് ഓതിയതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹ സൂറത്ത് വൃത്തിയായിട്ട് ഓതിയിട്ട് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ 11 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. 11 തവണ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഒന്നാമത്തെ റക്അത്തിൽ 11 തവണ ഓതുക. അതിനുശേഷം രണ്ടാമത്തെ നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന പോലെ റുക്കൂ സുജൂദ് എല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നിട്ട് രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം 21 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഓതുമ്പോൾ എണ്ണം പിടിച്ചിട്ട് തന്നെ ഓതുക. നമ്മൾ കൈകൊണ്ട് എന്ത് ചെയ്താൽ മതി, പതുക്കെ എണ്ണം പിടിച്ചാൽ അധികം അനക്കമില്ലാതെ. ആദ്യത്തെ റക്അത്തിൽ 11, രണ്ടാമത്തെ റക്അത്തിൽ 21 തവണ ഇഖ്ലാസ് ഓതുക. മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 31 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. 31 തവണ ഓതുക. നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 41 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നിസ്കാരം പൂർത്തിയാക്കണം. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യുക, സലാം വീട്ടി നിസ്കാരം പൂർത്തിയാക്കുക. അപ്പം 11, 21, 31, 41, അതായത് 10ൻ്റെ കണക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൂട്ടേണ്ടത്. അപ്പം അങ്ങനെ കൂട്ടി നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം പിന്നീട് അതേ ഇരുത്തത്തിലിരുന്നു കൊണ്ട്, ഇത് കുറച്ച് സമയം എടുക്കും, കാരണം സ്പീഡിൽ ഓതാൻ പറ്റും, നമുക്ക് ഖുൽ ഹുവല്ലാഹു സൂറത്ത് അറിയുന്ന സുഹൃത്തായതുകൊണ്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. എന്നാലും എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അതിനുവേണ്ടി മെനക്കെട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ആവശ്യം പൂർത്തിയാകാനല്ലേ. അപ്പം പല ആവശ്യങ്ങളുള്ള ആളുകളുണ്ട്, അപ്പോൾ അതൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് എന്ത് ചെയ്യുക, ചെയ്യുക ഇൻഷാ അല്ലാഹ്. നല്ല നിയ്യത്തോടു കൂടി ചെയ്യുക. അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി കിട്ടണം എന്ന നിയ്യത്തോടു കൂടിയും നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിന് ഫലം കിട്ടണമെന്ന നിയ്യത്തോടു കൂടിയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ശേഷം ഇത് നിസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടിയതിന് ശേഷം 50 തവണ സൂറത്തുൽ ഇഖ്ലാസ് വീണ്ടും ഓതുക. അതേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ വലിയ സമയമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അല്ലേ, കുറഞ്ഞ സമയം മതി, സെക്കൻഡുകൾ മതി ഒരു തവണ ഓതാൻ. അങ്ങനെ ഒരു 50 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. വേറൊരു കൂലിയും കൂടെ ഉണ്ട്. 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം മുത്തുനബി തങ്ങൾ നൽകുമെന്ന് നബി തങ്ങളുടെ ഹദീസിൽ കാണാം. അപ്പോൾ എന്ത് ചെയ്യുക, അതൊക്കെ മനസ്സിൽ കരുതുകയാണെങ്കിൽ ആ കൂലിയും കൂടെ കിട്ടും. അതുകൂടെ മനസ്സിൽ കരുതാണ്. ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ തന്നെ 11, 21, 31, 41 തവണയൊക്കെ ഇങ്ങനെ ഓതുന്നുണ്ട്. അപ്പോൾ ആ തവണ അനുസരിച്ചിട്ട് ഓരോ 10നും സ്വർഗ്ഗത്തിലെ കൊട്ടാരം ലഭിക്കുമെന്ന് മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഓതുമ്പോൾ അതുകൂടെ മനസ്സിലൊക്കെ കരുതി കഴിഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാനും കാരണമായി തീരും. അങ്ങനെ 50 തവണ സൂറത്തുൽ ഇഖ്ലാസ് നിസ്കാര ശേഷം ഓതിയ ശേഷം നബിതങ്ങളുടെ മേലിൽ ഒരു 50 സ്വലാത്ത് ചൊല്ലുക. അത് ഏത് സ്വലാത്താണെങ്കിലും ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്, അതാണ് അറിയുന്നതെങ്കിൽ അത് ചൊല്ലാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് അറിയുന്നത് എങ്കിൽ ആ ഒരു സ്വലാത്ത് 50 തവണ ചൊല്ലുക. എന്താണെങ്കിലും 50 സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇസ്തിഗ്ഫാർ 50 തവണ ചൊല്ലണം. അത് ചൊല്ലേണ്ട ഇസ്തിഗ്ഫാർ എങ്ങനെയാണ്, അസ്തഗ്ഫിറുല്ലാഹ വ അത്തൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ വ അത്തൂബു ഇലൈഹി, അതാണ് ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹ വ അത്തൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ, അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, വ അത്തൂബു ഇലൈഹി, അവനിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു, അതാണ് എൻ്റെ അർത്ഥം. അപ്പം അസ്തഗ്ഫിറുല്ലാഹ അത്തൂബു ഇലൈഹി 50 തവണ ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി പൂർത്തിയാക്കിയതിന് ശേഷം ബിസ്മില്ലാഹി വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, എന്താ ചൊല്ലേണ്ടത്, നമുക്കറിയുന്ന ഒരു ദിക്റല്ലേ, ബിസ്മില്ലാഹി വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം നമുക്കറിയാം, ബിസ്മില്ലാഹി അറിയാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു വാ ചേർത്ത് കൊടുക്കണം. അതായത് രണ്ടും കൂടെ കൂട്ടി ചേർത്തിട്ട് ബിസ്മില്ലാഹി വ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം.
കേട്ടോ, വളരെ എളുപ്പമല്ലേ. അതുകൂടെ ചൊല്ലി അത് എത്ര തവണ ചൊല്ലണം? 50 പ്രാവശ്യം. ഇതും 50 പ്രാവശ്യം. അപ്പോൾ 50 സൂറത്തുൽ ഇഖ്ലാസ്, അതിനുശേഷം 50 സ്വലാത്ത്, ശേഷം അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്നുള്ളത് ഇസ്തിഗ്ഫാർ 50 തവണ, അതിനുശേഷം ഈ പറഞ്ഞ ദിക്ർ ബിസ്മില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ആ ഒരു ദിക്റും കൂടെ 50 തവണ ചൊല്ലിയതിന് ശേഷം നിൻ്റെ റബ്ബിനോട് നിൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ പറഞ്ഞോ. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ആവശ്യമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് പൂർത്തീകരിച്ച് നൽകുന്നതാണ്. മഹാന്മാർ അവരുടെ ജീവിതത്തിൽ അനുഭവമുള്ളത് പഠിപ്പിച്ചെന്നതാണ്, അത് ചെയ്ത് ഫലം കിട്ടിയത് പഠിപ്പിച്ചെന്നാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളുടെ നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു അമൽ ചെയ്തു നോക്കി. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവർക്കും ഫലം നൽകുമാറാട്ടെ. പിന്നെ കൂട്ടത്തിൽ അവർ എടുത്തു പറയുന്ന മഹത്തുക്കൾ എടുത്തു പറയുന്നുണ്ട്, ഇത് ചെയ്യുമ്പോൾ പൂർണ്ണ തഖ്വയോടുകൂടി ഇതെനിക്ക് ചെയ്താൽ ഫലം കിട്ടും എന്ന ഉറപ്പ് വിശ്വാസത്തോടു കൂടിയിട്ട്, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുമെന്ന നിയത്തോടു കൂടിയിട്ട് പോകുന്നത്. ഖുർആനാണ്, ദിക്റുകളാണ്, അതിനൊക്കെ കൂലി വേറെയുണ്ട്. ഇസ്തിഗ്ഫാറിന് പാപം പൊറുക്കുക എന്നുള്ള കൂലിയുണ്ട്. അതുപോലെ തന്നെ നബിതങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയാൽ ഓരോ സ്വലാത്തിനും 10 നന്മ വീതം എഴുതുമെന്ന് മുത്തുനബിതങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയാണ് ഏറ്റവും കുറഞ്ഞത്. അങ്ങനെയൊക്കെ കൂലി ലഭിക്കുമെന്ന നിയത്തോടു കൂടിയിട്ടും കൂടി എന്ത് ചെയ്യാം, ചെയ്യുക. അപ്പോൾ അതിനും കൂടെ ഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അങ്ങനെ ചൊല്ലിയിട്ട് ആരെങ്കിലും ഒരാൾ ഇത് പൂർത്തിയാക്കിയാൽ, അത് ന്യൂനതകളൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ, ആർക്കെങ്കിലും വേണ്ടി ചെയ്യാതെ സ്വന്തമായിട്ട് നല്ല നിയത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഫലം 100% ഉറപ്പാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും പറയുന്നുണ്ട്, അനാവശ്യമായ കാര്യങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഹറാമായ ബന്ധം നിലനിന്ന് കിട്ടണം എന്ന് കരുതിയിട്ട് ഒരാൾ ഇത് ഉപയോഗിച്ചു, അത് തിരിച്ചടിക്ക് കാരണമായി തീരുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരാം. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും നേരെ ഉൾട്ടയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ എന്ത് ചെയ്യുക, ഭവിഷ്യത്തുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാകാൻ അത് കാരണമായി തീരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹലാലായ എന്തെങ്കിലും ഉദ്ദേശം, വീട് പണി പൂർത്തിയാകാൻ, അല്ലെങ്കിൽ ജോലി റെഡിയാകാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടബാധ്യതകൾ തീർന്നു കിട്ടാൻ, മക്കളുടെ വിവാഹം ശരിയാകാൻ, മക്കൾ നന്നായി കിട്ടാൻ, അതുപോലെ തന്നെ മക്കൾ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സംഗതികൾ, ഹലാലായ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാനുള്ള എന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അതിന് ഫലം ഉറപ്പായി നൽകും. അല്ലാതെ ആവശ്യമായ പ്രേമം സക്സസ്സായി കിട്ടാൻ എന്നുള്ളതിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലോട്ടറി അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ബാങ്ക് ലോൺ പാസ്സായി കിട്ടാൻ, ഇത്തരത്തിൽ നിഷിദ്ധമായ എന്തെങ്കിലും സംഗതികൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എങ്കിൽ തിരിച്ചടി കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ വളരെ ഗൗരവത്തിൽ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. മറ്റെന്തെങ്കിലും അമലുകളാണ് ഇൻഷാ അല്ലാഹ് എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഈ ഫോൺ കോൾ ചെയ്ത് സംസാരിക്കുക. ഇൻഷാ അല്ലാഹ് കോൾ ചെയ്യുന്ന സമയത്ത് അഥവാ എടുത്തില്ലെങ്കിലും തിരിച്ച് നിങ്ങളെ ഇൻഷാ അല്ലാഹ് ആ നമ്പറിൽ വിളിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അഥവാ വിളി വന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്നുകൂടെ വിളിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരുമാറാകട്ടെ. ആർക്കെങ്കിലും മെസ്സേജ് അയച്ചിട്ട് ഇനി റിപ്ലൈ കിട്ടാത്തവരുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, അവരൊന്നുകൂടെ മെസ്സേജ് അയക്കണം. കുറേ മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട്. നമുക്കൊരു ദിവസം മെസ്സേജ് നോക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. സ്ഥിരം ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്കത് പ്രയാസമാണ്. വാട്സപ്പിൽ മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കുന്നതിനൊരു പരിധി ഉള്ളത് കൊണ്ടാണ് ചിലപ്പോൾ വൈകിപ്പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനി അഥവാ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ മെസ്സേജ് മാത്രം എന്താ അവസ്ഥ നോക്കാത്തത് എന്നുള്ള വിഷമമൊന്നും വേണ്ട. ഒരുപാട് ആളുകൾക്ക് അതുപോലെ വിഷമമുണ്ട് നോക്കാത്തതിന്, അവർ പറയാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടെ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നോക്കുന്ന സമയത്താണെങ്കിൽ ആദ്യം വരുമല്ലോ, അപ്പം റീപ്ലൈ ചെയ്യാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. അള്ളാഹു എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരട്ടെ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.